വമ്പം പ്രതികരണമാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുഷ്ണറും അതുപോലെ തന്നെ വിറ്റ്കോഫും അബ്രഹാം ലിങ്കൻ സന്ദർശിക്കുകയും വേണ്ടപ്പെട്ട രീതിക്ക് ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു എന്നതിനെക്കുറിച്ച് നമ്മൾ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഇതിനൊരു പ്രതികരണമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ പ്രതികരണം വന്നിട്ടുണ്ട്. അബ്ബാസ് അരാഗ്ചി അവിടെ സന്ദർശനം നടത്തുകയും കുഷ്ണറും അതുപോലെ തന്നെ വിറ്റ്കോഫുമായിട്ട് സംസാരിച്ച് അവസാനം പിരിയുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു, പഴയ പോലെ ഞങ്ങൾ പറ്റിക്കപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല, അഥവാ ഞങ്ങൾ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. 6 മാസം കൊണ്ട് നിങ്ങൾ ആരാണെന്നും എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കപ്പൽ വ്യൂഹത്തെ മൊത്തമായിട്ട് ഇറാൻ്റെ മണ്ണിൽ ഇറാൻ്റെ കടലിലേക്ക് അയച്ചാലും ഞങ്ങൾക്ക് യാതൊന്നും പേടിക്കാനില്ല. ഞങ്ങൾക്ക് അവസാനത്തെ യുദ്ധമാണ്, നിങ്ങളുടെ തുടക്ക യുദ്ധമായതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഞങ്ങളെ വിജയം ഇരിക്കുന്നുണ്ട്. എന്തൊരു രസകരമായിട്ടുള്ള മറുപടിയാണ്. ഞങ്ങൾക്ക് അവസാനത്തെ യുദ്ധമാണ്, വിജയമാണെങ്കിൽ അതും വിജയമാണ്, ഞങ്ങൾക്ക് നഷ്ടമാണ് മരണമാണെങ്കിൽ അതും ഒരു തരത്തിലുള്ള വിജയമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രാജ്യത്തെ ഒറ്റിക്കൊടുക്കാനോ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ചൊൽപ്പടിക്ക് നിൽക്കാനോ ഞങ്ങൾ തയ്യാറല്ല. മാത്രമല്ല, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് 4 മാസം 6 മാസമൊക്കെ ആയല്ലോ. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ചോർത്തി തന്നിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പല ആളുകളും ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്നുണ്ട്. അവരിൽ നിന്ന് വളരെ വേണ്ടപ്പെട്ട റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അടി തുടങ്ങിയാൽ കൃത്യമായി തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. വളരെ സ്പഷ്ടമായിട്ടുള്ള വാക്കുകളിലൂടെ അബ്ബാസ് അരാഗ്ചി ലോകത്തിന് മുമ്പിൽ പറഞ്ഞു. ഏത് വ്യൂഹത്തെ കൊണ്ടുവന്നാലും, ഇനി അർമാഡ തന്നെ മൊത്തമായിട്ട് ഈ കടലെടുക്കൻ്റെ മുന്നോട്ട് വന്നാലും നിങ്ങൾക്ക് തിരിച്ച് പോകണോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് അബ്ബാസ് അരാഗ്ചിക്കും അതേപോലെ തന്നെ മസൂദ് പെഷസ്കിയാനും പറയുമ്പം നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കാം, ഇറാൻ്റെ ആ വലിയ മനോധൈര്യം ഒട്ടും എവിടെയും ചോർന്നിട്ടില്ല എന്നുള്ളത്. ഈ പ്രതികരണവും അതേപോലെ തന്നെ വിറ്റ്കോഫിൻ്റെ മറ്റൊരു പ്രതികരണവും തമ്മിൽ കൂട്ടി വായിക്കുമ്പം അമേരിക്ക ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇറാന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ സാമ്പത്തികമായി തളർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ഉപരോധങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അവിടെ പരാജയപ്പെട്ടു പോയല്ലോ എന്നതിൻ്റെ ഒറ്റ കാരണത്താൽ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം എന്തൊക്കെയാണ് ഇത്തരം വാക്ക് തർക്കങ്ങളിലും വാക്ക് പോരുകളിലാണ് കാര്യമായി ഇപ്പം മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം തീർച്ചയായിട്ടും. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം പലർക്കും ഈ ഇറാനെക്കുറിച്ച് പറയുന്നിടത്ത് അത്ര സഹിക്കുന്നില്ല, അല്ലെങ്കിൽ അസഹിഷ്ണുതയാണ് പലപ്പോഴും കാണാറുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റു വീഡിയോകളിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം അത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ അവരുടെ മേൽക്കോയ്മയുള്ള വാർത്തയാണല്ലോ. അപ്പം ആകട്ടെ, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. ഈ ഇറാൻ എന്നും അചഞ്ചലമായി നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.